സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമായതോടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു. 20 മണ്ഡലങ്ങളിലും പ്രചരണം ആവേശത്തിലെത്തി. രണ്ടാം ഘട്ട പ്രചരണം പുരോഗമിക്കുമ്പോൾ സ്ഥാനാർത്ഥികളും ആത്മവിശ്വാസത്തിലാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നാളെ ചുരം കയറും. BJP 111 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെയാണ് ദേശീയതലത്തിലും പ്രചരണം കൊഴുക്കുന്നത്. നോബൽ മാരിക്കാരൻ, ആദ്യം നോബൽ, ദേശീയതലത്തിൽ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവസാനഘട്ട സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കൂടി കടക്കുകയാണ്. ശരിയാണ്, 7 ഘട്ടം ആയിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിനനുസരിച്ച് പ്രഖ്യാപിച്ചാൽ മതി. BJP അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയം, കോൺഗ്രസ് അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയം എത്ര ശതമാനം പൂർത്തിയാക്കിയിട്ടുണ്ട്? നികേഷ്, കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ BJPയുടെയും 5 ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. BJP ആണെങ്കിൽ 402 സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്നലെ വന്ന പട്ടികയിൽ 111 പേരുകളുടെ പേരാണ് ഉൾപ്പെടുത്തിയത്, മണ്ഡലങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. BJPക്ക് ഇനിയിപ്പോൾ വളരെ കുറച്ച് മണ്ഡലങ്ങൾ മാത്രമാണ് പ്രഖ്യാപിക്കാനുള്ളത്. കോൺഗ്രസിന് പക്ഷേ കൂടുതൽ മണ്ഡലങ്ങൾ ഇനിയും പ്രഖ്യാപിക്കാനുണ്ട്. പ്രത്യേകിച്ച് രാജസ്ഥാൻ, മധ്യപ്രദേശ് അടക്കമുള്ള, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ, പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് പാർട്ടികൾ ഉള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യത്തുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജനം പൂർത്തിയാക്കേണ്ടതുണ്ട്. മഹാരാഷ്ട്രയിലും ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ് പൂർണ്ണമായ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സംബന്ധിച്ച് ഇനിയും നിരവധി കടമ്പകൾ ഉണ്ട് എന്ന് പറയാം. BJPക്കും ഇനിയിപ്പോൾ ഉള്ളത് പ്രശ്നബാധിതമായ ചില മേഖലകൾ, പ്രത്യേകിച്ച് ഈ വലിയ തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ആണ് എന്ന് വിലയിരുത്തേണ്ടി വരും. പ്രത്യേകിച്ച് ബ്രിജ്ഭൂഷന്റെ ഉൾപ്പെടെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ ഇനിയും പ്രഖ്യാപിക്കേണ്ട അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ഈ ബ്രിജ്ഭൂഷന്റെ മണ്ഡലം എന്ന് പറയുന്നത് കൈസർഗഞ്ചിലാണ്. അവിടെ ഉൾപ്പെടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ട്. അവിടേക്ക് അനിശ്ചിതത്വം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിലും ഇതുവരെ BJP അവരുടെ സ്ഥാനാർത്ഥിയെ ഇന്നലത്തെ പട്ടികയിലും ഉണ്ടായിരുന്നില്ല. ഒപ്പം മെയിൻപുരിയിലും സമാജ്വാദി പാർട്ടിയുടെ ഡിംപിൾ യാദവിന്റെ മണ്ഡലമായ മെയിൻപുരിയിൽ ഉൾപ്പെടെ അവരുടെ സീറ്റുകളിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്നും പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും അവസാനവട്ട ചർച്ചകൾ വരും ദിവസങ്ങളിൽ തുടരാനാണ് പാർട്ടികളുടെ തീരുമാനം. ഇന്നിപ്പോൾ ഹോളിയാണ് ഉത്തരേന്ത്യയിൽ. ഇന്നത്തെ ദിവസം ചർച്ചകൾ ഉണ്ടാകില്ല എന്നാണ് വിവരങ്ങൾ ഉള്ളത്. പക്ഷേ നാളെയും മറ്റന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിവേഗം ചർച്ചകൾ പൂർത്തിയാക്കി 7 ഘട്ടം തെരഞ്ഞെടുപ്പുണ്ട്. അവസാന ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിലേക്ക് അല്പം നീട്ടിവെച്ചിട്ടാണെങ്കിലും ആദ്യം തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിൽ എത്രയും വേഗം ബാക്കിയൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിവേഗം പ്രചരണത്തിലേക്ക് പോകാൻ തന്നെയാണ് എല്ലാ പാർട്ടികളുടെയും തീരുമാനം. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി തന്നെ നാളെ മുതൽ ഉണ്ടാകും എന്നാണ് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നികേഷ്, നോബൽ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേഠിയിൽ രാഹുൽ മത്സരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കോൺഗ്രസിലെ റായ്ബറേലി സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തത്, രാഹുലും പ്രിയങ്കയും ഇക്കാര്യത്തിൽ മനസ്സ് തുറക്കാതിരിക്കുന്നത് BJPയുടെ മറുതന്ത്രം, അതിന് കൂടുതൽ സമയം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? ഇക്കാര്യത്തിൽ കോൺഗ്രസ് എന്താണ് പറയുന്നത്? നികേഷ്, അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ റായ്ബറേലി, അമേഠി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ, അത്തരത്തിൽ മണ്ഡലങ്ങളിൽ അവസാന ഘട്ടത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. അതുകൊണ്ട് അതിവേഗം അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്ന് ഒരു കൂട്ടം നേതാക്കൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിൽ പ്രിയങ്കാഗാന്ധി മത്സരിക്കട്ടെ എന്ന തീരുമാനം നേരത്തെ പാർട്ടിക്കുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ തീരുമാനം എടുക്കാനുള്ള അവകാശം പ്രിയങ്കാഗാന്ധിക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അമേഠിയുടെ കാര്യത്തിലും രാഹുൽ ഗാന്ധിക്കാണ് തീരുമാനം എടുക്കാനുള്ള അവകാശം വിട്ടു നൽകിയിരിക്കുന്നത്. ഈ രണ്ടുപേരും ഇതിൽ നിലവിൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട സംസ്ഥാന നേതൃത്വങ്ങളോടോ അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തോടോ ഒരു നിലപാട് ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതാണ് ഇപ്പോഴും ഈ സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി നിൽക്കുമ്പോഴും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പാർട്ടി തയ്യാറാകുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും ഈ 2 മണ്ഡലങ്ങളെ സംബന്ധിച്ച് റായ്ബറേലിയും അതോടൊപ്പം അമേഠിയും കോൺഗ്രസിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. ഇപ്പോൾ തന്നെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥം അമേഠിയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് വലിയ തന്നെ മറ്റൊരു തരത്തിലേക്ക് പ്രചരണത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് എന്നൊരു വിലയിരുത്തൽ ചില കോണുകളിൽ ഉണ്ട് എന്ന് അറിയുന്നു. അതേപടി തന്നെയാണ് പ്രിയങ്കാഗാന്ധിയുമായി ബന്ധപ്പെട്ട കാര്യം. അതുകൊണ്ട് അല്പം കൂടി കാത്തിരിക്കണം എന്നാണ് നേതൃത്വം ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. അതേസമയം പവൻ കേരി, അതോടൊപ്പം തന്നെ സുപ്രിയ ശ്രീനാഥ് ഉൾപ്പെടെയുള്ള പേരുകളൊക്കെ പരിഗണനയിൽ ഈ 2 മണ്ഡലങ്ങളിലേക്കും എടുത്തു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണെങ്കിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ഇതിനൊരു നിലപാട് അറിയിച്ച ശേഷം മാത്രമായിരിക്കും ബാക്കി ചർച്ചകളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് സജീവമായി കോൺഗ്രസ് കടക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്.